ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഉണ്ടല്ലോ, രാത്രി 1:30 കഴിഞ്ഞ് 1:40 അപ്പോൾ ഈ നട്ടപ്പാതിരേക്ക് നമ്മൾ എവിടെ പോകുന്നതെന്നല്ലേ. നമ്മളിപ്പോൾ അത്താഴത്തിന് പോകുന്ന, അത്താഴം തിന്നാൻ വേണ്ടിയിട്ട് പുറത്തേക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ട് സാദാ ചോറും കറിയെല്ലാം തിന്നാൻ ഭയങ്കര ഒരു പൂതി. അല്ലെങ്കിൽ നോമ്പിന് എങ്ങനെയാണല്ലോ, സാദാ ചോറ് തിന്നാൻ വല്ലാത്തൊരു പൂതിയായിരിക്കും. പിന്നെ ഇതാ ബവാബത്ത് അൽ വർക്കയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ വർക്കയിലുള്ള നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടിട്ടേന് ഇങ്ങോട്ട് വന്നിട്ടുള്ള. പിന്നെ ഇതാ അവിടെ എത്തി ഒരു 2-2:30 ആയിട്ടുണ്ടാവും. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ചോറെല്ലാം തീർന്നിനേനു. അപ്പോൾ ആ സമയത്തും ഇത്രയും തിരക്കുമെന്നെല്ലാം വിചാരിച്ചു. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞ് പിന്നെ നെയ്ച്ചോറും എന്താ പറയുക, ഇങ്ങനെ ബാരിക്കിൻ്റെ മീൽസ് അതെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ മീൽസ് വാങ്ങി. പിന്നെ ഫ്രൈ ആയിട്ട് ചെമ്മീനും അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ചെമ്മീൻ റോസ്റ്റ്. പിന്നെ പരിപ്പ്, മീൻ കറി, മോര് കറി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെല്ലാം ഒഴിക്കുന്നുണ്ട്. പക്ഷെ നല്ല ആളും ഉണ്ടായിനേന്. പിന്നെ നമ്മൾ എന്താ പറയുക, റീൽസിലും ഇതിലൊന്നും വീഡിയോയിലൊന്നും കണ്ട പോലെ അത്ര വലിയ പോരായിരുന്നു. എന്താ പറയുക, ഒട്ടും പോരാ. പിന്നെ പോയല്ലോ എന്നായിപ്പോയി. വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ അത് നോക്കായിരുന്നു. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ല, ചൂടും ഇല്ല. അതുകൊണ്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ പറ്റിപ്പോയി ഗൈസ്. അങ്ങനെ ഇതാ ഉള്ള ചോറെല്ലാം തിന്ന് പിന്നെ ഒരു നല്ലൊരു കട്ടൻ ചായ എല്ലാം കുടിച്ച് ഇനി എന്തായാലും ഇങ്ങോട്ടില്ല എന്നും വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ആഴ്ച വേറെ എവിടെയെങ്കിലും നല്ല എന്താ പറയുക റെസ്റ്റോറൻറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്താ പറയുക സുബൈക്ക് വീട്ടിലെത്തി. ഇതിപ്പോൾ ഉണ്ടല്ലോ, പിറ്റേന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കറാമയിൽ പോയതിന് പിറ്റേന്നത്തെ. അപ്പോൾ അന്ന് പോകണമെന്നൊന്ന് വിചാരിച്ചതൊന്നുമല്ല. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എനിക്കങ്ങനെ പോകുന്നതൊന്നും ഇഷ്ടമല്ല. നോമ്പെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ തുറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അത്താഴത്തിനെല്ലാം പിന്നെ ഓക്കെ. അപ്പോൾ ഇത് അന്ന് വൈകിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ സിസ്റ്ററും ഫാമിലിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ എത്തിയിട്ട് വിളിക്കുന്നത്, കറാമയിലോട്ട് വാ, നമ്മളിവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ എത്തി. കഴിഞ്ഞ കൊല്ലമെല്ലാം നമ്മൾ തറാവിയെല്ലാം കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടേനു പോയേ. അന്നേരം അപ്പോൾ ആ സമയത്തെല്ലാം കുറേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ അവിടുത്തെ വൈബിനെ കുറിച്ചെല്ലാം പല നെഗറ്റീവ് എന്താ പറയുക ഇതും വീഡിയോസും അങ്ങനെയെല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴറിയുന്ന എന്തോരം ജനങ്ങളാണ്. എല്ലാവരും എല്ലാം പറയുകയും ചെയ്യും, എന്നിട്ട് എല്ലാവരും എല്ലായിടത്തും പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഭയങ്കര ആളായിരുന്നു. ഞാൻ എന്താ പറയുക ഇത്ര ആൾ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ പോയില്ല, നോമ്പ് തുറക്കുന്ന സമയമെല്ലാമായിട്ട്. അപ്പോൾ അവിടെ എത്തി കുറച്ച് നടന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായയും പിന്നെ കടിയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും തിന്നിട്ടില്ലേനു. നമുക്ക് ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഷോപ്പിൽ കയറി. സിസ്റ്റർക്ക് എന്തെല്ലോ ഡ്രസ്സെല്ലാം നോക്കാനുണ്ടായിന്. അങ്ങനെ സൽവാറും അതെല്ലാം നോക്കി. പിന്നെ അപ്പോഴേക്കും തറാവിൻ്റെ സമയമായി. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി നിസ്കാരമെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നതാ നല്ലൊരു അടിപൊളി കട്ടൻ ചായ എല്ലാം കുടിച്ച് പിന്നെ പുറത്തിറങ്ങി. പിന്നെ ഇതേപോലെ തന്നെ കുറേ ഭയങ്കര എന്തെല്ലോ പാട്ടും, ഒരു ഭാഗത്ത് പാട്ടും ഇതുണ്ടാവും, ഒരു ഭാഗത്ത് ഫുഡ്, പിന്നെ കുറേ ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ്, പിന്നെ ചിരണ്ടി ഐസ്, അങ്ങനെ ഭയങ്കര വല്ലാത്തൊരു തിരക്കവും കാര്യങ്ങളും തന്നെ. നമ്മൾ ഈ നാട്ടിൽ കണ്ണൂർ സിറ്റിയിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ സിറ്റിയിലൊന്നും ഒന്നുമല്ല എന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഭയങ്കര ആൾക്കാരാണോ കൂടുതലാണോ എന്നെല്ലാം തോന്നിപ്പോവും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ പേരെല്ലാം കൊടുത്ത് റെസ്റ്റോറൻറ്റിലും എല്ലാം നല്ല തിരക്കാണ്. പിന്നെ വീക്കെൻഡെല്ലാം ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പേരെല്ലാം കൊടുത്തിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഉള്ള എന്താ പറയുക ഒന്ന് കാഴ്ചകളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി നടന്ന് പാനിപൂരിയും പാവ് ഭാജി, പിന്നെ അതൊന്നും ഞാൻ വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ ഉപ്പിലിട്ട് അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ശരിക്കും അവിടെ പോയിട്ട് ഇങ്ങനെ അതും ഇതൊന്നും കഴിക്കാത്ത ഞാൻ മാത്രമായിട്ട് ഉണ്ടാവും. പിന്നെ കടിയും പുറത്തുള്ള അങ്ങനെയൊന്നും സ്നാക്സൊന്നും അതും അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിത് റെസ്റ്റോറൻറ്റിൽ കയറി. അവർ നമ്മളെ എന്താ പറയുക സീറ്റ് കാലിയായപ്പോൾ അവർ നമ്മളെ വിളിച്ച് അങ്ങനെ അത് അവിടെ പോയി. ഇതിപ്പോൾ അതിൻ്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഇങ്ങനെ ഈ പുറത്താണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത്. നല്ല ആളും തിരക്കെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി ഇനിയും വരാനും. അങ്ങനെ അവിടെ നിന്ന് തന്നെ കുറേ നേരം പോയി, 1-2 മണിക്കൂറെല്ലാം. പിന്നെ ഇതാ ഫുഡെല്ലാം എത്തി. നമ്മളിതാ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇതാ ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. അപ്പം എല്ലാ സ്ഥലത്തും ഇതന്നെ ഭയങ്കര മാപ്പിളപ്പാട്ടും മുട്ടിപ്പാട്ടും, ഓരോ സ്ഥലത്ത് ഓരോരോ എന്താ പറയുക വല്ലാത്തൊരു
തിരക്കും പിന്നെ നല്ലൊരു വൈബും എല്ലാം തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ വൈബ് പാടില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ എല്ലാം ഒന്ന് കാണാം എന്നുള്ള ഇതിൽ ഞാൻ പോയതാണ്. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പിന്നെ ആരെല്ലാം ഉണ്ടായിനേനും. പിന്നെ നമ്മുടെ ഷംന കാസിമും ഹസ്ബൻഡും. ഓളെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല, ബുർക്കയെല്ലാം ഇട്ടിട്ട്. ഓളെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ആരെല്ലോ എന്താ പറയുക, സെലിബ്രിറ്റീസ് ആരെല്ലോ കണ്ടു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ എല്ലാവരും ഭയങ്കര ഐസ്ക്രീം കഴിക്കലും. അപ്പോൾ അവിടെ ഒരു വല്ലാത്ത തിരക്ക് തന്നെ. പിന്നെ നമ്മളും പോയിട്ട് ഇതാ കുട്ടികൾക്കെല്ലാം പിന്നെ ഐസ്ക്രീം വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തി. ഐസ്ക്രീമും പിന്നെ ഐസ്ക്രീം വിത്ത് പായസവും പിന്നെ ഫുള്ള് അവിടെ പോയിട്ട് ഇങ്ങനെ തിന്നൽ തന്നെ. എല്ലാവരും തിന്നാനായിട്ടുള്ള എന്താ പറയുക തയ്യാറെടുപ്പിൽ പോയ പോലെ തന്നെയുള്ള എല്ലാ ജനങ്ങളും. അങ്ങനെ നമ്മളും ഇത് ഐസ്ക്രീമും അതെല്ലാം വാങ്ങിക്കഴിച്ച പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും സമയം ഒരു 12:30 എല്ലാം ആയി. പിന്നെന്താ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വീക്കെൻഡെല്ലാം ഇങ്ങനെ പോയി. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.